നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ആണുങ്ങൾക്ക് എന്തൊരു സുഖ ഒന്നും അറിയണ്ടല്ലോ. അടുത്ത ജന്മത്തിലെങ്കിലും ഒരാണായിട്ട് ജനിച്ച മതിയായിരുന്നു. അയ്യോ, ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ കാര്യങ്ങൾ കുഴഞ്ഞു മറിയേ. ഭൂമിയിൽ ആണുങ്ങൾ മാത്രമായ എന്തായിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളുണ്ടെങ്കിലേ ആണുങ്ങളും ഉള്ളൂ. പലർക്കും സ്വഭാവത്തിൽ മാറ്റം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു രൂപാന്തരം ഞാൻ ആദ്യമായിട്ട് കാണുക. എന്താണ് ഇതൊക്കെ കൊണ്ട് ചേച്ചി ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉദ്ദേശോ? എന്തുദ്ദേശം? സച്ചി അർച്ചനെ ഇതുവരെ ഒരു കുടുംബമായിട്ട് താമസിച്ചിരുന്നില്ല എന്നുള്ളതും അവരെ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നതാണെന്നുള്ളതും നിനക്കറിയാവുന്നതല്ലേ? അതിന് അപ്പോ ഞാൻ അതിനൊരു മാർഗം ഉണ്ടാക്കി. എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുത്തു. അത്രേ ഉള്ളൂ. എന്റെ സന്ദീപിന്റെ കാര്യത്തിൽ ഈ ശുഷ്കാന്തി ഞാൻ കാണുന്നില്ലല്ലോ. ഇപ്പൊ നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. ഇപ്പൊ എനിക്ക് വലുത് സച്ചിയുടെ അർച്ചനയുടെയും ജീവിത. അവര് സന്തോഷായിട്ടിരിക്കണം. എല്ലാത്തിനൊടുവിൽ നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശിയെ അർച്ചന പ്രസവിക്കുകയും വേണം. അത് ശരി. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി അത് നടക്കുന്നതാണെന്ന്. ആ സ്വാമി പറഞ്ഞത് ചേച്ചി മുഖവിലേക്ക് എടുത്തു എന്നർത്ഥം. ഒരു സ്വാമി പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. പിന്നെന്തിനാ ചേച്ചി സച്ചിയുടെ അർച്ചനയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞത്? അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്നുള്ളത് പരമമായ സത്യമല്ലേ? അതെ, അത് പക്ഷെ സച്ചിക്കോ അർച്ചനയ്ക്ക് അറിയില്ലല്ലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇന്നു മുതൽ സച്ചിയും അർച്ചനയും ഒരു ശരിയായ ഭാര്യാഭർത്തൃബന്ധം തുടങ്ങാം. കാലക്രമേണ അവർക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആവശ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ കാത്തിരിപ്പിനൊടുവിൽ അവരെത്താൻ പോകുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റിന് മുമ്പിലാവും. അവിടെ വെച്ചാവും സച്ചി അർച്ചനയും ആ സത്യം അറിയാൻ പോകുന്നത്. അർച്ചന ഒരിക്കലും ഒരമ്മയാവില്ല എന്നുള്ള സത്യം. അവിടെ മുതല് സച്ചി അർച്ചന ദാമ്പത്യ ബന്ധത്തിൽ വിള്ളല് വീണു തുടങ്ങും. ഇതാണ് വരാൻ പോകുന്ന സ്റ്റോറി ലൈൻ. എല്ലാത്തിന്റെ അവസാനം അവര് വേർപിരിയേ ഉള്ളൂ. അതെ, വേർപിരി. അർച്ചന ഇവിടുന്ന് പോവുകയും ചെയ്യും. അതാണ് എന്റെ ഈ മാനസാന്തരം കൊണ്ട് എനിക്ക് നിനക്കുള്ള ലാഭം. അതായത് അവന്റെ കേടി നല്ല പിള്ള ചമയൽ സച്ചിയെ അർച്ചനയെ ഒന്നിക്കാനല്ല, അടിച്ചു പിരിക്കാനാണെന്നർത്ഥം. അത് തന്നെ. ലക്ഷ്യവും ഇന്റൻഷനും എല്ലാം പഴയത് തന്നെ. പഴയ ട്രാക്ക് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഞാൻ വഴിയൊന്ന് മാറ്റിവിട്ടേന്നേ ഉള്ളൂ. വാശിയിൽ നേടാനാവാത്തത് സ്നേഹത്തിലും കാരുണ്യത്തിലും നേടും ഞാൻ. പ്രതിസന്ധികളിൽ തകരാത്ത തളരാത്ത മനുഷ്യർ കാണില്ലെന്നാ പറയാറ്. എന്നാലേ അവന്തിക അങ്ങനല്ല. പ്രതിസന്ധികളിൽ കൂടുതൽ ഉയരുന്നതല്ലാതെ തകരുകയില്ല, തളരുകയില്ല. അല്ലെങ്കിലും ചേച്ചി ഒരു പാവമായ കൊള്ളില്ല. തന്റെ ഇടവും വാശിയില്ലാത്ത അവന്തികയെ ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. അല്ല, ചേച്ചിയുടെ പ്ലാനൊക്കെ ഓക്കെ. അതിന് നല്ലവളായി മാറാൻ പോവാണെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ അഭിനയിച്ചത് എന്തിനായിരുന്നു? ശരിക്കും പറഞ്ഞ വെറുതെ ഒരു റിഹേഴ്സൽ. എന്റെ പെട്ടെന്നുള്ള മാറ്റം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. പിന്നെ മാറാൻ അതും അവന്തിക മാറും ഒരു ദിവസം. ഈ വീട്ടിലെ എല്ലാത്തിന്റെയും അവസാനം കണ്ട ശേഷം അന്ന് ആ മാറ്റം. എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമെങ്കിൽ അവന്തികയുടെ ജീവൻ പോണം. ജീവനുള്ളിടത്തോളം കാലം ആരെയും ഭയക്കാതെ എല്ലാവരെയും ഭയപ്പെടുത്തി ജീവിക്കും ഞാൻ. ആഹാ, മേഡം എണീറ്റോ? നേരെ ഒരുപാടായ സച്ചേട്ടാ. 9 മണിയായി. അയ്യോ, താൻ എണീക്കണ്ട, കിടന്നോ? ഏയ്, ഇനി കിടന്നാലും എനിക്ക് ഓർക്കൊന്നും വരില്ല. എങ്കിലേ താൻ ആ ചായ എടുത്തു കുടിക്കേ.
അർച്ചന ഉം. ആ അല്ലെങ്കിൽ വേണ്ട, താൻ ഇവിടെ ഇരിക്കേ. എന്നും താനല്ലേ എനിക്ക് എടുത്തു തരുന്നേ, ഇന്നേ ഞാൻ എടുത്തു തരാം. ദാ, താങ്ക് യു സച്ചേട്ടൻ. സച്ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? ഞാൻ എപ്പോഴേ കുടിച്ചു. സോറി സച്ചേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. അല്ലെങ്കിൽ ഞാനിന്ന് ലീവ് എടുത്താലോ? എന്തിന്? തനിക്ക് വയ്യാതിരിക്കല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സച്ചേട്ടൻ പോയിക്കാം. താനെന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ ഞാൻ കാരണം സച്ചേട്ടന്റെ ഉറക്കം പോയല്ലേ? അത് സാരമില്ലടോ. കഴിഞ്ഞ 6-7 മാസം തനിക്ക് ഇതുപോലെ പെയിൻ വന്നപ്പോ ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരോടും പറയാനാവാതെ താൻ വേദന സഹിക്കുമ്പോ ഒന്നും അറിയാതെ ഞാൻ അപ്പുറത്ത് ഉറങ്ങായിരുന്നില്ലേ? ഇനി എന്താ ആലോചന? എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. പിന്നെ സച്ചേട്ടൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചും. എത്ര വലിയൊരു ജീവിത ആ കുട്ടി കൈവിട്ട് കളഞ്ഞത്. അതിലൊന്നും കാര്യമില്ലടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അവക്ക് എന്നെക്കാൾ നല്ലൊരു ഭർത്താവിനെയാവും ചിലപ്പോൾ കിട്ടുക. ഏത് തരത്തിൽ നോക്കിയാലും അത് നടക്കാത്തത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടില്ലായിരുന്നല്ലോ. അതിപ്പോ എനിക്കും തോന്നുന്നുണ്ട്. അതല്ലേ ഞാൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ. മുമ്പായിരുന്നെങ്കിൽ അവളുടെ കാര്യം പറയുമ്പോ തന്നെ കരഞ്ഞു തുടങ്ങും. പിന്നെ കരഞ്ഞലമ്പായി എന്തെല്ലാം. ഇപ്പൊ എന്താ വിഷമൊന്നും ഇല്ലാത്ത? ആ വിഷമം ദേ ഈ ഇരിക്കുന്ന സ്നേഹം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്നേഹത്തിനിടയ്ക്ക് എപ്പോഴാ സങ്കടങ്ങൾ ഓർക്കാൻ സമയം? ചായ ബാക്കിയുണ്ട്, കുടിച്ചേ. എനിക്ക് മതി. താനിങ്ങനെ ചത്തുകുത്തിയിരിക്കാതെ എണീറ്റേ, ഒരുമാതിരി നിത്യരോഗികളെ പോലെ. എഴുന്നേറ്റെ, എഴുന്നേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.